എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാചകത്തിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ജനിച്ചു വളർന്നത് കാസർഗോഡാണ്. അതുകൊണ്ട് എൻ്റെ പാചക രീതി എല്ലാം കാസർഗോഡ് രീതിയാണ്. ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോടാണ്. അതുകൊണ്ട് കോഴിക്കോട് രീതി കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ച മത്തൻ കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഈ പച്ച മത്തനൊക്കെ നന്നായി കൃഷി ചെയ്തിരുന്നു. അന്ന് നമ്മളിപ്പോൾ ഇതുപോലെ മത്തൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുരു പോലും നല്ല ടെൻഡറായിരിക്കും. അപ്പോൾ കുരുവും കളയേണ്ട ആവശ്യമില്ല, തോലും കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാനിവിടെ അതുപോലുള്ളൊരു പച്ച മത്തൻ തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തോല് കളയുന്നില്ല, കുരു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ മൊത്തമായി നമ്മൾ മുറിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ മൊത്തം ഇടുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവ ചേർക്കുക. 1/4 കപ്പ് വെള്ളമൊഴിക്കുക. കഷ്ണങ്ങളൊക്കെ നന്നായി ഇളക്കുക. അടച്ചു വെച്ച് തിളക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിടുക. അതിനുശേഷം സിമ്മിലിട്ട് ഒരു 8 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കരിവേപ്പില ചേർക്കുക. കാൽ ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് അത് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി കൂട്ടി പൊടിച്ച ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇട്ട് നന്നായി ഇളക്കാം. അതിൻ്റെ കളർ കുറച്ച് മാറുമ്പോൾ അര കപ്പ് തേങ്ങ ചിരകിയതിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി തേങ്ങ മിക്സായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച മത്തൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. ഒന്ന് ഇതുപോലെ നന്നായി ഒന്ന് ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രുചിയുള്ള മത്തൻ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ഇത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ പറമ്പിലുണ്ടായ മത്തൻ ഉപയോഗിച്ച് അമ്മ ഉണ്ടാക്കി തന്ന ഉപ്പേരിയുടെ രുചി ഓർമ്മ വന്നു. അതൊന്ന് വേറെ തന്നെ.